2002 എന്ന വർഷാവസാനം ജയറാമിന് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നൊരു സൂപ്പർ ഹിറ്റ് കിട്ടി. ഇത് കഴിഞ്ഞ് 2003 എന്നൊരു വർഷം. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ജയറാം ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആ ഒരു സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Upgrade your vibe, yeah. Aura Cleaning Thrissur. 2003 എന്ന വർഷത്തെ വിഷു കാലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഓർമ്മകളുള്ള ഒരു വിഷു കാലമാണ്. കാരണം ആ സമയത്ത് ഇറങ്ങിയ സിനിമകൾ ക്രോണിക് ബാച്ചിലർ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, ഇതൊക്കെ നല്ല രസമുള്ള സിനിമകളാണ്. ഇതിന്റെ കൂടെ ജയറാമിന്റെ ഒരു ഫാമിലി സിനിമയും കൂടി ആ തിയേറ്ററിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ വീട് അപ്പുൻ്റെ. നല്ല രസമുള്ള സിനിമയാണ്. ഭയങ്കര ഫീൽ. എനിക്കൊന്ന് ആ സിനിമയൊന്നും റിപ്പീറ്റായിട്ട് ജയറാം പോലും പറഞ്ഞിട്ടുണ്ട്. ആകാശദൂതും അതുപോലെ എൻ്റെ വീട് അപ്പുൻ്റെ, ഈ സിനിമയൊന്നും അധികം റിപ്പീറ്റായിട്ട് കാണാൻ തോന്നാറില്ല. കാരണം ഭയങ്കര വിഷമമാണ് നമുക്ക് ആ സിനിമ കാണുമ്പോൾ. അതിൽ കാളിദാസും ജയറാമും കൂടി ഒരുമിച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നു. നല്ല സിനിമ. ജയറാമിനെക്കാട്ടും കൂടി പെർഫോം ചെയ്തിട്ടുള്ള ശരിക്കും കാളിദാസാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാളിദാസിന്റെ പെർഫോമൻസ് ഒക്കെ പലപ്പോഴും ട്രോളുകൾ വരാറുണ്ട്. പക്ഷെ അന്നൊക്കെ കാളിദാസ് അതിഗംഭീരമായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ചെറിയ കുട്ടിയിരിക്കുമ്പോൾ കാളിദാസിന്റെ പെർഫോമൻസ് ഒക്കെ. സിബി മലയിൽ എത്രയോ ഗംഭീരമായിട്ടുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയ്ക്കാണ് സിബി മലയിൽ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. പണ്ട് ഭാരതത്തിനും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ദശരഥം പോലത്തെ സിനിമകൾക്ക് സദയത്തിനൊന്നും കിട്ടാത്തൊരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് സിബി മലയിൽ ലഭിച്ചു. അതുപോലെ കാളിദാസിന് നാഷണൽ അവാർഡ് കിട്ടി, മികച്ച ബാലതാരത്തിനുള്ള നാഷണൽ അവാർഡ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. തുടക്കം അല്ല, ആദ്യത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ. പിന്നെ ഏറ്റവും ജനപ്രീതി നേടിയ സിനിമയ്ക്കുള്ള അവാർഡ് പ്രേംപ്രകാശാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. പ്രേംപ്രകാശിന്റെ മക്കള് ബോബി സഞ്ജയ്, അവരെ കുറിച്ച് പറഞ്ഞു. അവരുടെ സ്ക്രിപ്റ്റാണ്, അവരുടെ തുടക്കകാലമാണ് അതൊക്കെ. അവരതിനു മുമ്പ് ഒരു സീരിയൽ ചെയ്തിരുന്നു, കെ രാജീവ് ഡയറക്ട് ചെയ്തൊരു സീരിയൽ. അത് പ്രേംപ്രകാശ് അഭിനയിച്ചിട്ടുണ്ട്. പ്രേംപ്രകാശ് തന്നെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് അവര് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ഇന്ന് നമുക്കറിയാം ബോബി സഞ്ജയ് ഏത് ലെവലാണ് നിൽക്കുന്നത്. അതായത് തുടക്കകാലത്തെ ആ ഒരു സിനിമ എന്ന രീതിയിൽ നല്ലൊരു സിനിമയായിരുന്നു. ജയറാമിന് നല്ല ഗുണം കിട്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു എൻ്റെ വീട് അപ്പുൻ്റെ. പിന്നെ ജയറാമിന്റെ മലയാളത്തിലെ അടുത്ത റിലീസ് ഇവർ. ഞാൻ അന്ന് ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ടുള്ള സിനിമയാണ്. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കണ്ടിട്ടുള്ളതാണ്. അന്ന് തൃശ്ശൂർ രാഗം തിയേറ്ററിലായിരുന്നു. അത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അന്ന് മലയാളത്തിൽ കാണാത്ത തരത്തിലുള്ള, എനിക്ക് സ്റ്റഡി ക്യാമിലാണ് ആ സിനിമ ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് അങ്ങനെ കുറെ ഹൈപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പബ്ലിസിറ്റിക്ക് അവർ കൊടുത്തിരുന്നു ആ ഒരു സിനിമയുടെ മേക്കിംഗ് നോട്ട്സ്. ടി.കെ. രാജീവ് കുമാറാണ്, ഇന്നത്തെ പല പ്രഗത്ഭർ, അരുൺകുമാർ അരവിന്ദാണ് എൻ്റെ എഡിറ്റിംഗ്, എൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന മധു നീലകണ്ഠനാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരത്താണ്. ബിജു മേനോനും ജയറാമും ഭാവനയും. ഒരു എവിടേക്കോ നമ്മുടെ തമിഴ് സിനിമ കുരുതിപ്പുനൽ, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. കുരുതിപ്പുനലിന്റെ ഒക്കെ ഒരു ഇതുണ്ട്, ഒരു അതിന്റെ ഒരു ക്ലൈമാക്സ് സീൻ ഇപ്പോഴും എനിക്ക് എൻ്റെ ഓർമ്മ ഉണ്ട്. അതിന്റെ ഒരു ക്ലൈമാക്സ് സീൻ ഏറ്റവും അവസാനം ഒരു രണ്ട് കുട്ടികൾ തമ്മിൽ തല്ലുകൂടുന്നത് കണ്ടിട്ട് ജയറാം അത് കണ്ട് ചിരിക്കുന്നതും അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു. ജയറാം ഒരു അണ്ടർ കവർ ഏജന്റ് ആണ്. എല്ലാവർക്കും ആ സിനിമയുടെ കഥ അറിയാം. പക്ഷെ ആ സിനിമ അന്ന് പരാജയപ്പെട്ടു. ജയറാമിന്റെ അല്ലെങ്കിൽ പല ആക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീരിയസ് റോളിൽ ജയറാം ചെയ്തിട്ടുള്ള സിനിമകളൊന്നും വിജയിച്ചിട്ടില്ല. പിന്നെ ബിജു മേനോൻ അന്ന് ആ ഒരു സിനിമയിൽ രണ്ട് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ബിജു മേനോൻ കുറച്ച് ഓവറായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ബിജു മേനോൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. എനിക്കൊണ്ട് ഇന്നൊക്കെ കാണുമ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട് ബിജു മേനോൻ. പക്ഷെ അന്നൊന്നും അത്ര ഒരു വിജയം കിട്ടാത്തതുകൊണ്ട് ബിജു മേനോൻ അതൊന്നും വലിയ ഒരു ഗുണം ചെയ്തിട്ടില്ല. ബോക്സ് ഓഫീസിലും ആ ഒരു സിനിമ അങ്ങനെ വലിയൊരു ചലനമൊന്നും സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഇവർ. എന്തായാലും ഇവർ വലുതായിട്ട് ഒരു ചലനം സൃഷ്ടിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ ഒരു ക്രിസ്മസിന് റിലീസ് ചെയ്ത ഒരു സിനിമ വീണ്ടും സത്യൻ അന്തിക്കാട്, ജയറാം കൂട്ടുകൾ. 2002 യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അത് കഴിഞ്ഞ് 2003 ക്രിസ്മസിനെ മനസ്സിനക്കരെ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ആ ഒരു സിനിമ ഞാനും ഇതുപോലെ തന്നെ ആദ്യത്തെ ദിവസം ഒരു സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ്. കാരണം അന്ന് ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ആ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ നിൽക്കുമ്പോൾ അന്നൊന്നും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് ഒരു കാലമാണ്. അപ്പൊ ഓഡിയൻസിന് അങ്ങനെ സത്യൻ അന്തിക്കാടിന്റെ ഒരു സിനിമ നായകൻ ആരാണ് എന്നല്ലാതെ ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു പേരൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഒരു സിനിമയെ ചർച്ച ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. ഒരു ശ്രീനിവാസന്റെയോ ലോഹിദാസിന്റെയോ MTയുടെയോ ഒക്കെ പേരുകൾ പറയാറുണ്ട്. നമുക്കാണെങ്കിൽ ഒരു സിനിമ കാണാൻ മുമ്പ് MT ആണ് ലോഹിദാസാണ് എഴുതിയതെന്ന് അറിയാൻ പറ്റുന്നു അന്ന്. പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ, ഒരു സാധാരണ ഓഡിയൻസ്, എനിക്ക് ഇപ്പോഴും ഇവിടെ തിയേറ്ററിൽ ക്യൂ നിൽക്കുമ്പോൾ ആളുകൾ പറഞ്ഞിരുന്നത് സിനിമ എന്തായാലും ഗംഭീരം, ഇത് എഴുതുന്നത് മീശമാധവന്റെ എഴുത്തുകാരനാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇവൻ എനിക്കും അന്ന് ആ ഒരു അന്ന് തിയേറ്ററിൽ പോയി അവിടെ നിൽക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് ശരിയാണ് മീശമാധവൻ. നമുക്കൊന്ന് മീശമാധവൻ എന്ന് പറയുമ്പോൾ ലാൽ ജോസ് പടം ദിലീപ് അഭിനയിക്കുന്നു എന്നല്ലാതെ അതിന്റെ എഴുത്തുകാരനൊന്നും അന്ന് അങ്ങനെ അധികം ശ്രദ്ധിക്കുന്ന ഒരു പ്രായമല്ല. പക്ഷെ രഞ്ജൻ പ്രമോദിന്റെ അപ്പോഴേക്കും ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ രഞ്ജൻ പ്രമോദ് എഴുതുന്നു, സത്യൻ അന്തിക്കാട് ഡയറക്ട് ചെയ്യുന്നു, നയൻതാര പുതിയ നായിക വരുന്നു, ഇളയരാജ മ്യൂസിക് ചെയ്യുന്നു. ഇളയരാജ അതിന് മുമ്പ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് സത്യൻ അന്തിക്കാട് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ജോൺസൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു സിനിമയിൽ. ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ ഹിറ്റായി. ആ സമയത്ത് ക്രിസ്മസിന്
2003 ക്രിസ്മസിന് അപ്പുറത്ത് പൃഥ്വിരാജിന്റെ ചക്രമുണ്ട്, ദിലീപിന്റെ പട്ടണത്തിൽ സുന്ദരനുണ്ട്. സാധാരണ ആ ഒരു കാലഘട്ടത്തിൽ ദിലീപാണ് എല്ലാ സീസണും തൂക്കിക്കൊണ്ടു പോകാറുള്ളത്. പക്ഷെ ആ സീസൺ പട്ടണത്തിൽ സുന്ദരനെക്കാട്ടും കൂടുതൽ വിജയിച്ചിട്ടുള്ളത് മനസ്സിനക്കരെ തന്നെയായിരുന്നു. ജയറാമിന് നല്ല ഒരു ഗുണം കിട്ടിയത് ഇന്നസെന്റിന് ഇന്നസെന്റാണ് അതിഗംഭീരമായിട്ടുള്ളത് ചെയ്തിട്ടുള്ളത്. KPS എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 3 സിനിമകളാണ് ജയറാമിന്റെ മലയാളത്തിൽ റിലീസായത്. അതിൽ എന്റെ വീട് അപ്പുവിന്റെയും മനസ്സിനക്കരയും ഹിറ്റായി. മനസ്സിനക്കരയാണ് കുറച്ച് ഒരു ടോപ്പ് 1 എന്ന് തന്നെ പറയാം. ഈ ഒരു 3 സിനിമകൾ നമ്പർ 1 മനസ്സിനക്കര തന്നെയായിരുന്നു. അതേ വർഷം തന്നെ ജയറാമിന് തമിഴിൽ കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ റിലീസ് ആ ഒരു ഫെബ്രുവരി മാസം ഇറങ്ങിയ ബാലു മഹേന്ദ്ര ഡയറക്ട് ചെയ്തിട്ടുള്ള ജൂലി ഗണപതി. അതിൽ ജയറാമും സരിതയും പിന്നെ രമ്യ കൃഷ്ണൻ ഇവരാണ് പ്രധാന വേഷം ചെയ്തിട്ടുള്ളത്. ഞാൻ സിനിമ അന്ന് ആ സമയത്ത് ഒരിക്കൽ തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല, അന്ന് DVD എടുത്തിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ബാലു മഹേന്ദ്രയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു യാത്ര, പിന്നെ അങ്ങനെ പല സിനിമകളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ. ഒരു പ്രത്യേക ഒരു സീരിയസ് മൂഡിലുള്ള കുറച്ചൊരു സൈക്കോ ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അത്തരത്തിലൊക്കെ വരുന്ന ഒരു കഥയാണ്. അത്തരത്തിലുള്ള ജയറാമിന്റെ നല്ലൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സരിതയ്ക്കാണ് അതിൽ കൂടുതൽ പെർഫോം ചെയ്യാനുള്ളതാണ് എനിക്ക് ഓർമ്മ. ഒരു 20 വർഷങ്ങളായിട്ടുണ്ടാവും ആ ഒരു സിനിമ കണ്ടിട്ടോ. അത് കൃത്യമായിട്ട് എനിക്ക് എന്റെ കഥയും കാര്യങ്ങളും ഓർമ്മയില്ല. പിന്നെ നളദമയന്തി എന്ന സിനിമ, അതിൽ ചെറിയൊരു ഗസ്റ്റ് റോള് ജയറാമ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ജയറാം ഈ തമിഴില് തെന്നാലി പോലത്തെ പടങ്ങളും പഞ്ചാന്തരമൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കണം. അപ്പൊ തമിഴിലും എങ്ങനെങ്കിലൊക്കെ ജയറാം തമിഴിലും മുഖം കാണിക്കാറുണ്ട്. ജയറാമിന് അന്നേ തമിഴിലും അവസരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള, അത് എപ്പോഴും തുടർച്ചയായി ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പൊ ബാലൻസ് ചെയ്തിട്ടാണ് ജയറാം അന്നും കൊണ്ടുവരുന്നത്. പിന്നെ ഞാനിപ്പോ നോക്കി കഴിഞ്ഞപ്പോൾ ആ വർഷം ജയറാമിന് ഒരു സിനിമയും കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ശരത് കുമാറും ജയറാമും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് പാറ എന്നാണ് സിനിമയുടെ പേര്. അത് നമ്മുടെ മലയാളത്തിലെ 89 ഇറങ്ങിയ മഹായാനം, IV ശശി ലോകദാസ് ടീമിന്റെ മഹായാനം, ആ സിനിമയുടെ റീമേക്ക് ആണ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല അന്ന് അത് തിയേറ്ററിൽ ഇറക്കിയത്. എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും ചിലപ്പോൾ അങ്ങനെ ചെറിയ 1 or 2 തിയേറ്ററിലൊക്കെ ചിലപ്പോൾ വന്ന് പോയിട്ടുണ്ടാവുള്ളൂ. എന്നാലും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ശരത് കുമാർ മമ്മൂട്ടി റോളും ജയറാം ഒരുപക്ഷെ അതിൽ മുകേഷിന്റെ റോളായിരിക്കും, മഹായാനത്തിൽ മുകേഷ് ചെയ്ത റോളായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. എന്തായാലും ഇത്രയും സിനിമകളാണ്, 6 സിനിമകൾ, 3 മലയാളത്തിൽ, 3 തമിഴിൽ, അതിലൊരെണ്ണം ദളദമയന്തിയിൽ ഒരു ഗസ്റ്റ് റോൾ. ഇത്രയാണ് ജയറാമിന്റെ സിനിമകൾ. ഇതിൽ എന്റെ ഫേവറേറ്റ് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മനസ്സിനക്കരെ തന്നെയായിരിക്കും. പിന്നെ എന്റെ വീട് അപ്പുവിന്റെ ഇഷ്ടമാണ്, പക്ഷെ റിപ്പീറ്റ് ആയിട്ട് കാണാൻ ഒരു സുഖമുള്ള സിനിമ എന്ന് പറയുന്നത് മനസ്സിനക്കരെ തന്നെയാണ്. ഇത് നിങ്ങൾ അന്ന് ജയറാമിന്റെ ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പാറ എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ആ സിനിമയെക്കുറിച്ച് അറിയുമെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക.